എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് ഡു ദേ ഹേറ്റ് മീ. നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ വ്യക്തിയോ അതല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ബ്രേക്കപ്പോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസോ പിണക്കമോ എന്തെങ്കിലും ആയതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലൊരു സംശയം ഉണ്ടാവും, ഡു ദേ ഹേറ്റ് മീ. അതല്ലെങ്കിൽ സ്നേഹത്തിലാണെങ്കിലും അവരുടെ പെരുമാറ്റത്തിൽ നിങ്ങൾക്കൊരു വ്യത്യാസം വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം അവർക്ക് നിങ്ങളുടെ ഇപ്പോൾ വെറുപ്പാണെന്ന്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ റീഡിംഗ് അങ്ങനെയുള്ളവർക്കാണ്. എന്താണ് അവരുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വരുന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ മെസ്സേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വൈബ്രേഷൻ കാർഡാണ്. അതായത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി നിങ്ങളുടെ വെറുപ്പൊന്നും നിങ്ങളുടെ വ്യക്തിക്ക് ഇല്ല. കാരണം നിങ്ങളുടെ എന്ന് വെച്ചാൽ സോൾ കണക്ഷനാണ്. അത് ഈ ലൈഫിലുള്ള ഒരു കണക്ഷനല്ല. പാസ്റ്റ് ലൈഫ് അത് ഒരു പക്ഷേ കഴിഞ്ഞ പാസ്റ്റ് ലൈഫൊന്നും ആയിരിക്കില്ല. ഒരുപാട് പാസ്റ്റ് ലൈഫിലൂടെ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ലവ്, അല്ലെങ്കിൽ അതായത് ആ ലവ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ആ കണക്ഷനാണ്. അത് വേറെ ആർക്കും ഇല്ലാത്തൊരു സ്പെഷ്യൽ കണക്ഷനാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നത് അവർ ഉറക്കത്തിൽ എണീക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലൂടെയാണ് അവരുടെ ലൈഫ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുകയും നിങ്ങളെക്കുറിച്ച് മനസ്സിലാലോചിക്കുമ്പോഴൊക്കെ ഒരു സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു സംഭവമാണ് കാണുന്നത്. തേർഡ് മെസ്സേജ് എന്ന് പറയുന്നത് ആ വ്യക്തി മനസ്സിൽ പറയുന്നത് നിങ്ങളുടെ ഒപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അതല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ വിഷമഘട്ടത്തിലും നിങ്ങളുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് വെറുപ്പില്ല എന്നാണ് നമുക്ക് 3 മെസ്സേജാണ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഈ 3 മെസ്സേജിലും നിങ്ങളോട് ഒരു തരത്തിലും വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. സ്നേഹവും സപ്പോർട്ടും മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും തന്നെ മനസ്സിലാവുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജാണ്. പിന്നെ നിങ്ങൾ തമ്മിലുള്ള വഴക്കിന് കാരണം ഒരു പക്ഷേ അവരുടെ എന്തെങ്കിലും സ്വഭാവത്തിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഒരു പിണക്കം ഉണ്ടെങ്കിലും ആ പിണക്കത്തിൽ കാരണം അവർ തന്നെയാണ് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി പറയുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി അല്ലെങ്കിൽ ആ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലൊരു ബെറ്റർ പേഴ്സൺ ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കും ഇതേ സംശയമുണ്ട്, അവരില്ലെങ്കിലും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുമോ? അപ്പോൾ അവരാണോ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നത്തിന് കാരണം? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകാൻ പോലും ആ ഒരു വ്യക്തി തയ്യാറാണ്. അത്രയ്ക്കും സ്നേഹമാണ്. അപ്പോൾ വെറുപ്പില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങളോട് സ്നേഹം മാത്രമേ ഈ വ്യക്തിക്കുള്ളൂ. ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ചെറിയൊരു റീഡിങ്ങുമായിട്ട്